ഹലോ ഗൈസ്, വെൽക്കം ടു GTA 5. അപ്പം ഞാൻ നമ്മുടെ ഫ്രാങ്ക്ലിൻ മച്ചാനായിട്ട് രാവിലെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വന്നായിരുന്നു. ഞാൻ നോക്കുന്നുണ്ട് നമ്മുടെ ഫ്രാങ്ക്ലിൻ മച്ചാൻ്റെ വീട്ടിൻ്റെ മുകളിൽ സാധനം ഇതുണ്ട്. ഒരു വലിയൊരു മരം വളർന്നു നിൽക്കണം ഫ്രാങ്ക്ലിൻ മച്ചാൻ്റെ വീട്ടിൻ്റെ അവിടെ. നോക്കിയിട്ടൊന്നും മനസ്സിലാവാത്ത കാരണം ഞാൻ കാർ ആക്സിഡൻ്റ് ഒക്കെ ആകുമ്പോൾ വെക്കണ ത്രികോണല്ലേ, അതെടുത്ത് 4 ചുറ്റിനെ വെച്ച് കൊടുത്ത് കണ്ടോ. ഇവിടെ വരെ ഉണ്ട് ഈ മരം. ഇത് എന്ത് മരമാണ്? ഇത് എവിടെ ഇങ്ങോട്ട് എങ്ങനെയാണ് വന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ആ കോഡ് തട്ടി കളഞ്ഞു. നമുക്ക് അതറിയാനായിട്ട് എനിക്ക് ഒരു കാര്യം ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. അതായത് ഞാൻ പണ്ട് ഒരു കാട്ടിൽ പോയപ്പോൾ ഒരു സ്വാമിജി ഉണ്ടായിരുന്നു. ആ സ്വാമിജി പറഞ്ഞു, എന്താണ് നീ ഒരു 5 മാസം കഴിഞ്ഞാൽ നിൻ്റെ വീട്ടിൽ ഒരു വൃക്ഷം ഇല്ലാത്ത സ്ഥലത്ത് വളരും, അത് നല്ല വലുതായിരിക്കും, അതിനെ മാറ്റണമെങ്കിൽ എൻ്റെ അടുത്ത് വരണം എന്ന് പറഞ്ഞു. ആ മരമാണോ ഈ മരം എന്നാണ് എൻ്റെ സംശയം ഇപ്പോൾ. അപ്പോൾ സ്വാമിജിയുടെ ലൊക്കേഷൻ ചെറിയൊരു സംഭവമായതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ഫെറാറി എടുത്തുകൊണ്ട് ഇതാണ് നമ്മുടെ മൗണ്ട് ചിലിയാടിൻ്റെ ഭാഗം. ഇവിടെയൊക്കെയാണ് മൊത്തം കാടായി കിടക്കുന്നത്. അപ്പോൾ ഇവിടെ പോയിട്ട് നമുക്ക് അന്വേഷിക്കേണ്ടി വരും. വഴി മാറിപ്പോയി യൂട്ടേൺ എടുക്കണം. എന്നാലും ഈ മരം എങ്ങനെ വന്നെന്ന് ഇവിടെ ഇങ്ങനെ ഒരു മരം വരേണ്ട ആവശ്യമില്ല. കാരണം ഇതുണ്ടോ, ഇത് മണ്ണല്ല, ടൈൽസാണ്. ഈ ടൈൽസിൽ മരം വളരുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് പരിപാടിയാണ്? നമ്മൾ പോയി അന്വേഷിക്കേണ്ടി വരും. നമുക്ക് സ്വാമിജീൻ്റെ അടുത്ത് ചോദിക്കണതിന് മുന്നേ ഇവിടെ ഏതെങ്കിലും ആളെ കാണുകയാണെങ്കിൽ ആ ആളുടെ അടുത്ത് ചോദിക്കാം. എന്തെങ്കിലും അങ്ങനെ വല്ല സ്വാമിജി ഉണ്ടോ, അങ്ങനെ വല്ല സ്വാമിജിയുടെ ലൊക്കേഷൻ എന്തെങ്കിലും അറിയുമോ? ഇവിടെ ആണെങ്കിൽ ഒറ്റ മനുഷ്യനെ കാണാമല്ലോ, അതായിട്ടൊരു BM പോയി. ഇതൊക്കെ കാടേരിയാണ്. പക്ഷെ സ്വാമിജി ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ മൗണ്ട് ചില്യാടിൻ്റെ ആ ഭാഗത്തായിട്ടാണെന്നാണ് തോന്നുന്നത്. നമുക്ക് അവിടെ പോയി ഒന്ന് നോക്കാം. മൗണ്ട് ചില്യാട് മൊത്തം കയറാനൊന്നും പറ്റത്തില്ല കേട്ടോ. മൗണ്ട് ചില്യാട് മൊത്തം കയറി കഴിഞ്ഞാൽ ഈ വണ്ടി പപ്പടമായി ആണ് സീന്. മൗണ്ട് ചില്യാട് കയറി കഴിഞ്ഞാൽ വണ്ടി പപ്പടാവും. നമുക്കാണെങ്കിൽ സ്വാമിജീനെ കാണും വേണം. സീനെന്ന് പറഞ്ഞാൽ വണ്ടി സാമൂജികനെ കാണില്ല കേട്ടോ. ഗൈസ്, ഞാനാണെങ്കിലേ ഇതാണ് സ്വാമിജി ഉണ്ടാവാൻ സാധ്യത ഉള്ളൊരു സ്ഥലം. ഞാൻ സ്വാമിജീനെ ഫുള്ളൊന്ന് തിരയട്ടെ. ഗൈസ്, ഞാൻ കുറേ നേരമായി ഗൈസ് തപ്പടും. ഇപ്പം ഇത്രയും നേരമായിട്ട് സ്വാമിജീൻ്റെ പൊടി പോലും ഇല്ല ഇവിടെ. ഞാൻ തിരിച്ചു പോകാമെന്നിങ്ങനെ വിചാരിച്ചിട്ട് പോവുകയാണ്. എന്നാലും ആ മരം ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നാണ്. വല്ലാത്ത സീനാണ്. മരം ഞാൻ എന്ത് ചെയ്യും? നമുക്കൊരു കാര്യം ചെയ്താലേ, ഏതെങ്കിലും മറ്റേ പിക്കപ്പില്ലേ, ആ പിക്കപ്പ് ഈ റോഡ് സൈഡിലെല്ലാം കാണുകയാണെങ്കിൽ ആ മരം എടുത്തിട്ടല്ല, മരം മുറിച്ചിട്ട് എന്തെങ്കിലും സാധനം വെച്ചിട്ട് മുറിച്ചിട്ട് നേരെ പിക്കപ്പിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട്
നേരെ നമ്മുടെ മൗണ്ട് ചിലിയോട് പോണ വഴിക്ക് ഒരു മരം മുറിക്കണ ഒരു സംഭവം ഉണ്ട്, നിങ്ങൾക്കറിയത്തില്ലേ? അവിടെ കൊണ്ടുപോയി കൊടുക്കാം. പക്ഷെ ആ മരം മുറിച്ചിട്ട് കൊണ്ടുപോകാനുള്ള പിക്കപ്പ് ഒന്നും അവിടെ കാണുന്നില്ല, അതാണ് സീൻ. ആ മരം മുറിച്ചിട്ട് കൊണ്ടുപോകാനുള്ള പിക്കപ്പ് ഒന്നും കാണുന്നില്ല. നമുക്ക് ഇവിടെ ഒന്ന് കയറി നോക്കാം. ഇത് കൃഷി നിർത്തുന്ന സ്ഥലമല്ലേ, അപ്പൊ ഈ കൃഷിയൊക്കെ കൊണ്ടുപോകാൻ വല്ല പിക്കപ്പ് സിലബസ്. ഇതുകൊണ്ട് അവിടെ ഒരു പണിസ്ഥലം ഉണ്ട് ഗൈസ്. ഇവിടെ എന്തായാലും പിക്കപ്പ് ഇല്ല ഗൈസ്. ഇവിടെ അങ്ങനത്തെ കുറെ കോണ് നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. എൻ്റെ വണ്ടിയാണെങ്കിൽ പറമ്പിൽ കൂടെ ഓടിച്ചിട്ട് മൊത്തം ചളി ഗൈസ്. വഴി തെറ്റിയ അല്ലെങ്കിലേ ഫുൾ പണിയായിട്ടിരിക്കണം, അതിൻ്റെ കൂടെ വഴിയും കൂടെ തെറ്റി ഗൈസ്. ഇല്ല, എനിക്കൊരു സംശയം, ഞാൻ ഇപ്പോൾ ഓടിക്കുന്നത് ഫെറാറി അല്ലേ, ആ വണ്ടി കൊണ്ടുപോകാനുള്ള പിക്കപ്പ് കിട്ടി ഗൈസ്. നമുക്ക് ഈ ഫെറാറി നമുക്ക് ആ പിക്കപ്പിൻ്റെ കുറച്ച് ഫ്രണ്ടിലോട്ടങ്ങ് ഓടിച്ചു പോയിട്ട് നമുക്ക് ഈ ഫെറാറി ആണെങ്കിൽ ആ കടക്കാരൻ ചേട്ടനെ ഏൽപ്പിക്കുക. നല്ലത്. കടക്കാരൻ ചേട്ടൻ ഇല്ലേ? എന്നാൽ ഇവിടെ ഇടാൻ ഗൈസ്, നാളെ രാവിലെ വന്നിട്ട് എടുക്കുക. ആരും മുട്ടിച്ചോണ്ടൊന്നും പോകത്തില്ലെന്ന് വിചാരിക്കുന്നു ഫെറാറി. ഡോറ് ലോക്ക് ചെയ്യാൻ ഗൈസ്, പറയാൻ പറ്റത്തില്ല, സാൻഡി ഷോർസാണ്. ഇതിന് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഡോറ് ലോക്ക് ചെയ്യുന്നതിൻ്റെ. ഇപ്പോൾ ലോക്കും ആവുന്നില്ല. അപ്പം മേ ബി ചിലപ്പോൾ പറയാൻ പറ്റില്ല, കാരണം ഗൈസ് നല്ലൊരു പണി ഇട്ടിട്ടുണ്ട്. നമ്മുടെ വണ്ടിയാണെങ്കിൽ ഇവിടെ ഇട്ടിട്ട് പോകാനും പറ്റത്തില്ല, നമുക്കാണെങ്കിൽ ഇത് പിക്കപ്പും വേണം. അല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ട് ഗൈസ്, നമുക്ക് വണ്ടി ഏതെങ്കിലും മറ്റേ ഇതില്ലേ ബുഷിൻ്റെ ഇടയിൽ ഒളിപ്പിക്കുക. ഇപ്പോൾ അവരെ കണ്ടുപിടിക്കുകയാണ്. കടുവയൊക്കെ ഒന്ന് വണ്ടി പൊളിച്ചോണ്ട് പോകുന്നുണ്ട്. ഇവിടെ വണ്ടിയുടെ ഉള്ളിൽ കയറിയ ബുഷി. ഇവിടുന്ന് ആരും വണ്ടി എടുക്കത്തില്ലെന്ന് വിചാരിക്കാം. മെയിൻ റോട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലൊരു വണ്ടി ഇവിടെ ഉണ്ടെന്ന് അറിയത്തില്ല ഗൈസ്. പക്ഷേ ഒരു സീൻ എന്താ വെച്ചാൽ ഈ കാട്ടിൽ ബിഗ് ഫൂട്ട് ഉണ്ട് ഗൈസ്. ബിഗ് ഫൂട്ട് വണ്ടി ഓടിക്കുമോ? ഇല്ലല്ലോ. ബിഗ് ഫൂട്ട് വണ്ടി ഓടിക്കുമോ? അറിയത്തില്ല ഗൈസ്. ബിഗ് ഫൂട്ട് വണ്ടി ഓടിക്കണ ഞങ്ങൾക്ക് സീൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫെറാറി പുതിയത് വാങ്ങണം. ബട്ട് ഫെറാറിയുടെ ഷോറൂം ഇവിടെ എല്ലാം സീനാണ്. ചേട്ടാ എന്താ ചേട്ടാ വണ്ടി നിർത്തിക്കണല്ലേ ചേച്ചിയാണല്ലേ? മാനായിരുന്നു. ഞാൻ വിചാരിച്ചേ ബിഗ് ഫൂട്ട് കാട്ടിലല്ലേ, റോഡ് സൈഡിൽ ബിഗ് ഫൂട്ട് ഇറങ്ങി വിചാരിച്ചു. ചേട്ടാ ഒറ്റ പിക്കപ്പ് പോലും വരണില്ലല്ലോ. ഇത് പിക്കപ്പ് അല്ല, പിക്കപ്പ് താഴായിരിക്കും. ഈ സൈഡിൽ അത്ര അധികം പിക്കപ്പ് ഒന്നും എടുത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഈ സൈഡിൽ അത്ര അധികം പിക്കപ്പ് ഒന്നും എടുത്തില്ല. എന്തായാലും സാമജിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച മരത്തിനെ വീട്ടിൽ നിന്ന് മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാട് പിടിച്ച സംഭവമാണ്. അതിനെക്കാട്ടി നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ മുറിച്ചിട്ട് നേരെ വണ്ടി കയറ്റിയിട്ട്
മറ്റേ എവിടെയെങ്കിലും കൊണ്ട് മറ്റേ മൗണ്ട് ചില്ലിയാടിൻ്റെ ഭാഗത്ത് ഡംപ് ചെയ്യാം. അല്ല ഡംപ് ചെയ്യാം, അതാണ്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, ആ മൗണ്ട് ചില്ലിയാടിൻ്റെ അങ്ങോട്ടൊക്കെ എന്ത് ചെയ്യുന്ന പോണേ, ഏതെങ്കിലും പാലം കണ്ടുപിടിച്ചിട്ട് ആ പാലത്തിൻ്റെ അടിയിലുള്ള ആ വെള്ളത്തിലങ്ങ് ഡംപ് ചെയ്താൽ പോലെ വേണ്ട. ഇതിന് സീനാണ് പോലീസൊക്കെ പിടിച്ച ഭയങ്കര പണിയാണ്. ഞാൻ മൂടിയിട്ട് ലോസ് ആൻഡോസ് എത്തി. ഇതുവരെ എനിക്ക് ഒറ്റ പിക്കപ്പ് കിട്ടിയിട്ടില്ല കേട്ടോ. GTA 5 ഒരുത്തരും പിക്കപ്പില്ലേ? ഇനിയിപ്പോൾ ഈ പാർക്കിങ്ങിലോട്ടും കൂടി ഉള്ള അന്വേഷിക്കുകയാണെങ്കിലും കൂടെ പിക്കപ്പ് കിട്ടിയില്ലെങ്കിൽ പണിയാണ്. പിക്കപ്പ് ആ കിട്ടി ഗൈസ്. ഇതിൽ വെക്കാനുള്ള മരമൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മളെ വണ്ടി ഇങ്ങനെ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇതിൽ വെക്കാനുള്ള മരമൊക്കെ എന്തായാലും ആ മരം മുറിക്കുമ്പോൾ ഉണ്ടാവത്തുള്ളൂ. എൻ്റെ വണ്ടിയെ കാട്ടിലൊന്നും അതിന് രാവിലെ വന്ന് എടുക്കണം. അതാരും എടുത്തുകൊണ്ട് പോയില്ലെന്ന് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ ബാക്കിയുള്ള ചെറിയ സ്പേസാണ്, അത് കൊള്ളൂന്ന് അറിയത്തില്ല. കാരണം അത് മറ്റേ ഓക്ക് ട്രീ ആണ്, നല്ല വലുതാണ്. അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഏതെങ്കിലും വണ്ടി ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറ്റിയ ഇല്ലത്. എൻ്റെ വീട്ടിലുള്ളത് ഒരു മെക്ലാറിയൻ കൊണ്ടുപോകാൻ ഞങ്ങൾ വീടത്തിൻ്റെ വണ്ടി ചെറുതായിട്ടൊന്നും തട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഞാൻ കുറേ നേരം എടുത്തിട്ട് ആ മരം മുറിച്ചിട്ട് ഇതാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇത് കൊണ്ടുപോകാനുള്ള നമ്മൾ കൊണ്ടുവന്ന ആ ജീപ്പില്ലേ, അതിൽ ഞാൻ ഇത് കയറ്റി നോക്കിയപ്പോൾ സ്ഥലമില്ല ഗൈസ്. പിന്നെ ഞാൻ എടുത്ത് പൊട്ടിച്ചളഞ്ഞു, സ്റ്റിക്കി ബോംബ് വെച്ച് പൊട്ടിച്ചളഞ്ഞു ഗൈസ്. അപ്പം ഇത് കൊണ്ടുപോകണം. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വണ്ടിക്കകത്ത് നിങ്ങളെല്ലാവരും ചിരിക്കും, ബട്ട് ഈ വണ്ടിക്കകത്ത് ഇത് കൊണ്ടുപോകാൻ ഞാൻ നോക്കട്ടെ ഗൈസ്. എന്താ വെച്ചിട്ട് ഞാനിത് കൊണ്ടുപോകാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. ഞാനാണെങ്കിൽ അത് ഒന്നും കൂടെ ചെറുതാക്കിയിട്ട് നമ്മളെ വണ്ടിക്കകത്ത് കയറ്റിയിട്ടുണ്ട്. അപ്പം ഇത് നമുക്കിനി നേരെ കൊണ്ടുപോയി ഡംപ് ചെയ്യാം. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ നമ്മൾ മൗണ്ട് ചില്ലേടിൻ്റെ അവിടെ ഞാൻ വിളിച്ച് ചോദിച്ചു, ഇപ്പോൾ വന്നാൽ മരം ഡംപ് ചെയ്ത് തരുമെന്ന്. പക്ഷെ അവർ പറഞ്ഞു ഇത് ഈ വീട്ടിലേക്കുള്ള പൈസയാണ് കേട്ടോ, ഇത് അതല്ല, നമുക്ക് ഡംപ് ചെയ്ത് തരുമോ ചോദിച്ചു. അപ്പോൾ അവരെടുത്ത വായ്ക്ക് പറഞ്ഞു പറ്റില്ല. നമ്മൾ എന്ത് വിചാരിച്ചു, നേരെ നമ്മുടെ ഇവിടെ ഒരു പാർക്കുണ്ട്, അവിടെ കൊണ്ടുപോയിടാൻ വണ്ടി മറങ്ങി തിരിഞ്ഞ് പിടങ്ങി. ചെറിയ ചെറിയ ചാക്കിൻ്റെ അകത്ത് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുക കേട്ടോ. വല്ല ലോറി വല്ലതും കിട്ടുകയാണെങ്കിൽ സെറ്റാക്കായിരുന്നു. നമുക്ക് നേരെ റെഡിയാക്കാനുണ്ടായി. ഒരു സെക്കൻഡ്, ഞാനതാണെങ്കിൽ ഇതാണ് ഞാൻ സെറ്റാക്കി വെച്ച സാധനം ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കാൻ. ഞാനത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ആ ട്രീ ആണെങ്കിൽ നമ്മളങ്ങ് ഒഴിവാക്കി. എൻ്റെ വണ്ടി അവിടെ പോയി ചെയ്ത് ഒരുത്തം വണ്ടി മുട്ടിച്ചുകൊണ്ട് പോയെന്നാണ്. എന്തായാലും നടന്ന് വീട്ടിൽ പോവാം. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു GTA 5 ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ് നമ്മുടെ ഈ ഒരു വീഡിയോ, നമ്മുടെ മോഡ് ഉപയോഗിച്ചുള്ളൊരു വീഡിയോ?
ഇനി ഇതുപോലത്തെ മൂഡ് ഉപയോഗിച്ചിട്ടുള്ള GTA 5 വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഫ്രാങ്ക്ലിൻ മച്ചാൻ പോവുകയാണ്. അപ്പോൾ ബൈ ഗൈസ്.